ഇന്ന് ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. ഇന്ന് 5ാമത്തെ നോമ്പിൻ്റെ ദിവസമാണ്. അപ്പോൾ നൗഫൽ വർക്ക് കഴിഞ്ഞ് എത്തുന്നതിന് മുൻപ് തന്നെ നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. രാത്രിയിലേക്ക് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. മാവ് കുഴച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരത്തുക എന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. കാര്യം ഞാൻ എപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാലും ഒന്നല്ലെങ്കിൽ ഉപ്പ് കൂടും അല്ലെങ്കിൽ വെള്ളം കൂടും. ഈ വട്ടം രണ്ടും ശരിയായി വന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ചുടുമ്പോൾ പൊന്തുന്ന ആ സംതൃപ്തി സന്തോഷം ഉണ്ടല്ലോ, അത് വേറൊരു ലെവലാണ്. പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. കാര്യം ഇങ്ങനെ കിട്ടാറില്ല. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി വിയർത്ത്, ഈ ചൂട്ടത്ത് നിന്ന് ഉണ്ടാക്കി വിയർത്ത് ആ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻ അടുക്കളയിൽ തന്നെ ഒരു ഫാനും കൊണ്ടുവച്ചു കാറ്റ് കൊള്ളാൻ. ആ കാറ്റ് കൊള്ളാൻ പോയ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നേട്ടോ. ചപ്പാത്തി ആകെ കരിഞ്ഞ്. പിന്നെ അമ്മ വന്ന് അലങ്ങും വിലങ്ങും എന്നെ ഭയങ്കര ചീത്തയായിരുന്നു കേട്ടോ. പിന്നെ ക്യാമറ ഓണാക്കി മുമ്പിക്ക് വെച്ചു കൊടുത്ത പിന്നെ ആൾ ഭയങ്കര സൈലൻ്റ്. ദേശഭക്തി ഗാനത്തിന് ഒരു അമ്മ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു ചപ്പാത്തി എന്നെ കരിയിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ ബാക്കി ചട്ടുകൊക്കെ മേടിച്ച് അമ്മ തന്നെയാട്ടോ ചുട്ടെടുത്തത്. പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോഴത്തേനും കട്ട് ചെയ്ത ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ ടേബിളിൽ കൊണ്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു നോമ്പ് പോലും എടുത്തിട്ടില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് 30 നോമ്പും തെറ്റാതെ മാക്സിമം എടുക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നോമ്പ് തുറക്കുന്ന ഓരോ ദിവസങ്ങളിലും ആളെക്കാടും കൂടുതൽ ക്ഷീണം എനിക്കാണ് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ നോമ്പ് തുറയുടെ ഇന്ന് സ്പെഷ്യൽ ഐറ്റംസ്. സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളും പിന്നെ ആപ്പിൾ വെച്ചിട്ടൊരു ഷേക്ക് പോലെ ഉണ്ടാക്കി, കുറച്ച് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട്, പിന്നെ നാരങ്ങ വെള്ളം, പിന്നെ അതുപോലെ എൻ്റെ ഫേവറേറ്റ് പഴംപൊരി. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു നോമ്പ് തുറ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.